എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഡോക്ടർ ബി ഉമാദത്തിൻ്റെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ബുക്കാണ് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കുക. 13ാമത്തെ അധ്യായമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു തരി സയനൈഡ്. കുറ്റാന്വേഷണ ചരിത്രം പരിശോധിച്ചാൽ 19ാം നൂറ്റാണ്ട് നിരവധി ഭർതൃഹത്യകളുടെയും ഭാര്യാഹത്യകളുടെയും കാലമായിരുന്നു എന്ന് കാണാം. എല്ലാ കൊലകൾക്കും ഉപയോഗിച്ചിരുന്നത് ആർസനിക് എന്ന വിഷമായിരുന്നു. നിറമോ മണമോ അരുചിയോ ഇല്ലാത്തതിനാൽ വിഷം ഭക്ഷണത്തിൽ കലർത്തിയായിരുന്നു നൽകിയത്. ഉള്ളിൽ ചെന്നാൽ കോളറ രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കും പ്രകടമാകുന്നത്. വിഷബാധയാണെന്ന് ആർക്കും മനസ്സിലാകുന്നു. സംശയാതീതമായി തെളിയിക്കപ്പെടാത്തതിനാൽ മിക്ക കൊലപാതകങ്ങളിലും ഘാതകർ രക്ഷപ്പെടുമായിരുന്നു. വിഷബാധ കണ്ടുപിടിക്കാനുള്ള ഉപാധികളും ഉപകരണങ്ങളും അക്കാലത്ത് വിരളമായിരുന്നു. വിഷശാസ്ത്രം അതിൻ്റെ ശൈശവദശയിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാസപരിശോധനയ്ക്കുള്ള അത്യാധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഏത് വിഷം എന്തളവിൽ ശരീരത്തിൽ കിടന്നിട്ടുണ്ടെന്ന് രക്തമോ മൂത്രമോ പരിശോധിച്ചാൽ കണ്ടുപിടിക്കാം. സമാനമായ 2 കൊലപാതകങ്ങൾ കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന് വിഷം നൽകിയ ഭാര്യയുടെയും കാമുകിയോടൊപ്പം ജീവിക്കാൻ ഭാര്യയ്ക്ക് വിഷം നൽകിയ ഭർത്താവിൻ്റെയും ഒരു കഥ പറയാം. കാമുകനു വേണ്ടി ഭർത്താവിന് വിഷം. സൗദി അറേബ്യയിൽ ഏറെ നാൾ ജോലി ചെയ്ത രമേശൻ തൻ്റെ സമ്പാദ്യവുമായി നാട്ടിലെത്തി. ഒരു വീട് പണിയണം, അല്പം കൃഷിഭൂമി വാങ്ങണം തുടങ്ങിയ ആഗ്രഹങ്ങളുമായാണ് 15 വർഷമാണ് അയാൾ പ്രവാസിയായി ജീവിച്ചത്. അതിനിടെ ഭാര്യ നാട്ടുകാരനായ ഒരാളുമായി അവിഹിതമായ അടുപ്പത്തിലായി. നാട്ടിലെത്തിയ ഭർത്താവ് അക്കാര്യം അറിഞ്ഞതോടുകൂടി കുടുംബത്തിൽ കലഹമായി. ഭാര്യ അവരുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോയെങ്കിലും മധ്യവർത്തികൾ ഇടപെട്ട് ദിവസങ്ങൾക്കകം തിരികെ കൊണ്ടുവന്നു. ഭാര്യയ്ക്ക് അയാൾ മാപ്പ് നൽകി. കുടുംബജീവിതം ശാന്തമായതോടുകൂടി രമേശൻ പുതിയൊരു വീട് പണിയാനുള്ള ഒരുക്കം തുടങ്ങി. വീടിൻ്റെ പ്ലാൻ വരച്ചു, നിർമ്മാണ സാമഗ്രികൾ ശേഖരിച്ചു, കല്ലിടാനുള്ള നേരവും നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രമേശൻ ഒരലർച്ചയോടെ മറിഞ്ഞു വീണ് മരിച്ചത്. പതിവ് പോലെ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ഇരുന്നാണ് അയാൾ അത്താഴം കഴിച്ചത്. ഭക്ഷണത്തിനൊപ്പം ബ്രാൻഡി കഴിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഭാര്യ അയാളെ വിളിക്കും. അപ്പോൾ അയാൾ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന കുപ്പിയിൽ നിന്നും 2 ഔൺസ് ബ്രാൻഡി ഒരു ഗ്ലാസ്സിൽ പകർന്നു കൊണ്ടായിരിക്കും ഡൈനിങ് ഹാളിലേക്ക് വരുന്നത്. ഭാര്യ ബ്രാൻഡിയിൽ വെള്ളം പകർന്നു കൊടുക്കും. ഭക്ഷണം കഴിക്കുന്നതിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കവിൾ ബ്രാൻഡി കുടിക്കും, അതിനുശേഷം ഒരു ഉരുള ചോറ് കഴിക്കും. വീണ്ടും ഒരു കവിൾ ബ്രാൻഡി, പിന്നെ ചോറ്. അന്ന് രാത്രിയിലും രമേശൻ പതിവ് പോലെ ഒരു കവിൾ ബ്രാൻഡി കുടിച്ചു. ഒരു ഉരുള ചോറ് തിന്നു, വീണ്ടും ഒരു കവിൾ ബ്രാൻഡി. 2ാമത്തെ ഉരുള ചോറ് കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു അലർച്ചയോടെ കസേരയിൽ നിന്നും മറിഞ്ഞു വീഴുകയായിരുന്നു. ഭാര്യയും മകളും നിലവിളിച്ചത് കേട്ട് ഓടി വന്ന അയൽക്കാർ രമേശനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് ചോറ് ശ്വാസകോശത്തിൽ കുടുങ്ങിയതാവാനാണ് ചാൻസ്. അങ്ങനെയാണ് അയാൾ മരിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തി. എങ്കിലും അസ്വാഭാവിക മരണമെന്ന നിലയിൽ പോലീസുകാരെ വിവരമറിയിച്ചു. പ്രേതവിചാരണ നടന്നപ്പോൾ രമേശന്റെ ബന്ധുക്കൾ അയാളുടെ മരണകാരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടെ നാട്ടുവിശേഷങ്ങളും വീട്ടുകാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നത് ചിലർക്കൊരു ശീലമാണ്. ശ്വാസകോശത്തിൽ ഭക്ഷണം കിടന്ന് ജീവഹാനി ഉണ്ടാകുവാൻ ഇത്തരം തീന്മേശ ചർച്ചകൾ കാരണമാകുമെന്ന കാര്യം ആരും അത്ര ഗൗരവത്തിലെടുക്കാറില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ കുടുങ്ങിയാൽ ഒരു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരണം സംഭവിച്ചേക്കാം. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശ്വാസനാളത്തിൽ നിന്ന് അല്പം ചോറ് കണ്ടെടുത്തു. ആമാശയവും ആന്തരിക അവയവങ്ങളും രാസപരിശോധനയ്ക്ക് അയച്ചു. എങ്കിലും അതിൻ്റെ ഫലം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മരണകാരണം ശ്വാസക്കുഴലിൽ ചോറ് കുടുങ്ങിയതാണെന്ന് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകി. ആ അഭിപ്രായത്തോട് രമേശന്റെ ബന്ധുക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പരാതി അനുസരിച്ച് അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സോമനാഥൻ പിള്ള, അദ്ദേഹം SP ആയിരുന്നു, പിന്നീട് കേസന്വേഷണം ഏറ്റെടുത്തു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹത്തിന് തുടക്കത്തിലെ തോന്നിയെങ്കിലും ശ്വാസനാളത്തിലെ ചോറിന്റെ അംശം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആശയക്കുഴപ്പത്തിലാക്കി. സോമനാഥൻ പിള്ള സമർത്ഥനും സത്യസന്ധനുമായൊരു ഡിറ്റക്റ്റീവാണ്. അദ്ദേഹം രമേശന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഡോക്ടർ ഉമാദത്തിനെ കാണാനെത്തി. റിപ്പോർട്ട് ഡോക്ടർ വിശദമായി പരിശോധിച്ചു. ശ്വാസക്കുഴലിൽ ചോറിന്റെ ഏതാനും വറ്റുകൾ മാത്രമാണ് കാണപ്പെട്ടത്. ശ്വാസം മുട്ടി മരണം സംഭവിക്കാൻ അത് പര്യാപ്തമല്ല എന്ന് ഡോക്ടർക്ക് തോന്നി. ശ്വാസക്കുഴൽ കഴുത്തിന്റെ മുന്നിലും ആഹാരക്കുഴൽ അതിന്റെ പിന്നിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്വാസക്കുഴലിന്റെ ആരംഭത്തിൽ ഒരു മൂടിയുണ്ട്, എപ്പിഗ്ലോട്ടിസ്. ആഹാരം കഴിക്കുമ്പോൾ ഇത്
ശ്വാസക്കുഴലിൻ്റെ ദ്വാരം അടച്ച് ആഹാരത്തിൻ്റെ പാർട്സ് അകത്ത് പ്രവേശിക്കാതെ സംരക്ഷിക്കും. എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മൂടി തുറന്നു പോകുവാനും ആഹാരം പെട്ടെന്ന് ശ്വാസക്കുഴലിലേക്ക് കിടക്കുവാനും സാധ്യതയുണ്ട്. ഏത് വസ്തു ഇങ്ങനെ കിടന്നാലും ശക്തമായ ചുമയുണ്ടായി ശരീരം അതിനെ പുറന്തള്ളും. എന്നാൽ ഖരമായ ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അകത്ത് കുടുങ്ങിക്കിടക്കും. വിഷം കഴിച്ചവരിലും മുങ്ങി മരിച്ചവരിലും മരണസമയത്ത് ഛർദി ഉണ്ടാവുകയും ആമാശയത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസക്കുഴലിൽ പ്രവേശിക്കുകയും ചെയ്യാറുണ്ട്. ഈ കാരണങ്ങളാൽ രമേശൻ മരിച്ചത് ശ്വാസക്കുഴലിൽ ചോറ് കുടുങ്ങിയല്ല എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. രമേശന്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ശവശരീരത്തിന്റെ തൊലിക്കും രക്തത്തിനും ചെറിപ്പഴത്തിൻ്റേതുപോലെ ചുവപ്പ് നിറമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ആമാശയ ഭിത്തിയുടെ ഉള്ളിലെ ആവരണത്തിലും ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ വസ്തുതകൾ വിലയിരുത്തിയപ്പോൾ സയനൈഡ് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നി. എന്നാൽ ആമാശയത്തിനുള്ളിൽ പ്രത്യേക ഗന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. സയനൈഡുകൾക്ക് പ്രത്യേക ഗന്ധമുണ്ട്. മരച്ചീനിക്കട്ടിൻ്റെയോ പച്ച ആൽമണ്ടിൻ്റെയോ മണം. എന്നാൽ ആ മണം എല്ലാവർക്കും വേർതിരിച്ച് അറിയുവാൻ കഴിയുകയില്ല. ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. സയനൈഡിൻ്റെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് ജനിതക ഘടനയിലുള്ള പ്രത്യേകതകൾ കൊണ്ടാണെന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം. ഭാഗ്യവശാൽ ഡോക്ടർ ബി ഉമാദത്തിന് അത് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ആ ഗന്ധം ലഭിച്ചിട്ടില്ലായിരിക്കും. ഡോക്ടർ സോമനാഥൻ പിള്ളയോട് രാസപരിശോധന ഫലം കിട്ടിയെങ്കിൽ മാത്രമേ മരണകാരണം തീർച്ചപ്പെടുത്താൻ കഴിയൂ എന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ ഉമാദത്തിന്റെ സുഹൃത്തായിരുന്ന ശ്രീ കൃഷ്ണമൂർത്തിയായിരുന്നു മുഖ്യ രാസപരിശോധകൻ. ഡോക്ടർ അദ്ദേഹത്തോട് ഈ കേസിന്റെ രാസപരിശോധന ഫലം വേഗത്തിൽ നടത്തുവാൻ ആവശ്യപ്പെട്ടു. രാസപരിശോധനയിൽ ഉണ്ടാകുന്ന കാലതാമസം ഫലത്തെ ബാധിക്കും. പിറ്റേ ദിവസം തന്നെ ലബോറട്ടറി പരിശോധനയിൽ പൊട്ടാസ്യം സയനൈഡിന്റെ അംശം കണ്ടെത്തിയതായി കൃഷ്ണമൂർത്തി ഡോക്ടറെ അറിയിച്ചു. ആ വിവരം ഡോക്ടർ സോമനാഥൻ പിള്ളയ്ക്ക് കൈമാറി. ഇൻസ്പെക്ടർ അന്വേഷണം പുനരാരംഭിച്ചു. രമേശന്റെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഒന്നും അറിയാത്തതുപോലെ എല്ലാം നിഷേധിച്ചു. എന്നാൽ കാമുകന് പോലീസിന്റെ മുന്നിൽ അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇരുവരും ചേർന്നൊരുക്കിയ പദ്ധതിയായിരുന്നു സയനൈഡ് നൽകിയുള്ള കൊലപാതകം. ഭർത്താവിനെ വക വരുത്തിയെങ്കിലേ തങ്ങളുടെ ബന്ധം തുടരാൻ കഴിയൂ എന്ന് ഭാര്യ കാമുകനോട് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇത്. ഭക്ഷണത്തോടൊപ്പം ബ്രാൻഡി കഴിക്കുന്ന ശീലമുള്ള രമേശന് അതിലൊഴിക്കാൻ വെള്ളമെടുത്ത് കൊടുക്കുന്നത് ഭാര്യയാണ്. ആ വെള്ളത്തിൽ സയനൈഡ് കലർത്തി കൊടുക്കാൻ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു. പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ് എന്നിവ ഹൈഡ്രോസയനിക് ആസിഡിന്റെ ലവണങ്ങളാണ്. ഏറ്റവും മാരകമായ വിഷവസ്തുക്കളാണവ. 100 മില്ലിഗ്രാം സയനൈഡ് മതി ഒരു മനുഷ്യനെ 3-4 മിനിറ്റിനകം കൊല്ലുവാൻ. അതായത് ഒരു പാരസെറ്റമോൾ ഗുളികയുടെ 1/4 അളവിലുള്ള ഒരു സയനൈഡ് മതി എന്ന് അർത്ഥം. ഈ വിഷം സാധാരണക്കാർക്ക് അത്ര എളുപ്പം കിട്ടുന്ന ഒന്നല്ല. എന്നാൽ സ്വർണ്ണപ്പണിക്കും ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ചില വ്യവസായ ആവശ്യങ്ങൾക്കും ലബോറട്ടറികൾക്കും സയനൈഡ് ലവണങ്ങൾ ആവശ്യമാണ്. സയനൈഡ് കഴിച്ചാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് രക്തത്തിൽ നിന്നും പ്രാണവായു ലഭിക്കുന്ന പ്രക്രിയ പെട്ടെന്ന് നിലച്ചു പോകും. നിമിഷങ്ങൾ കൊണ്ട് മരണം സംഭവിക്കും. പലവരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ സയനൈഡ് കഴിച്ചാൽ ശാന്തമായ മരണമല്ല സംഭവിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്ന് 2-3 മിനിറ്റ് നേരം നെഞ്ച് പിളർക്കുന്നത് പോലെ വേദനയും പാരവശ്യവും അനുഭവപ്പെടും. തലച്ച് വെപ്രാളം കാണിക്കും. 5 മിനിറ്റകം കണ്ണടയ്ക്കുമെങ്കിലും അതിനകം ഭീതിജനകമായ പരാക്രമം കാണിച്ചെന്നിരിക്കും. കാമുകൻ തൻ്റെ സുഹൃത്തായ ഒരു സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നാണ് സയനൈഡ് വാങ്ങിയത്. ശല്യക്കാരനായ വളർത്തുനായെ കൊല്ലാനാണ് എന്നാണ് സ്വർണ്ണപ്പണിക്കാരനോട് പറഞ്ഞത്. കാമുകൻ്റെ നായ്ക്ക് സയനൈഡിൻ്റെ ടെസ്റ്റ് ഡോസ് നൽകി. പരീക്ഷണം വിജയകരമായിരുന്നു. തൽക്ഷണം ചത്തുവിട നായെ അടുത്തുള്ള ആറ്റിൻ്റെ കരയ്ക്ക് കുഴിച്ചിട്ടു. അതിനുശേഷം കാമുകൻ സയനൈഡ് രമേശൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. രമേശന് പതിവ് പോലെ അന്ന് ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് നൽകിയ ഭാര്യ വെള്ളത്തിൽ നേരത്തെ തന്നെ അല്പം സയനൈഡ് കലർത്തിയിരുന്നു. തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊലപാതകം നടത്തിയത് താനാണെന്ന് ഭാര്യ ഇൻസ്പെക്ടറോട് സമ്മതിച്ചു. ഇതേ അധ്യായത്തിൽ തന്നെയുള്ള അടുത്തൊരു ചെറിയൊരു ചാപ്റ്ററാണ് കാമുകിക്ക് വേണ്ടി ഭാര്യയ്ക്ക് വിഷം. കുറേ നാളുകൾക്ക് ശേഷം സമാനമായ മറ്റൊരു കേസ് എനിക്ക് പരിശോധിക്കേണ്ടി വന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉമാദത്തിന്. പോലീസ് ഡയറക്ടർ ജനറലായിരുന്ന ശ്രീ രാജഗോപാൽ നാരായണൻ ഒരു ദിവസം ഡോക്ടർ ഉമാദത്തിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. സ്വതവേ മിതഭാഷിയായ അദ്ദേഹം മാതൃകാ പോലീസ് മേധാവിയായിരുന്നു. നെയ്യാറ്റിങ്കര സ്വദേശിനിയായ ഒരു യുവതിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അവളുടെ പിതാവ് നൽകിയ പരാതിയെക്കുറിച്ചാണ് DGP
ഡോക്ടർ ഉമാദത്തിനോട് സംസാരിച്ചത്. വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 2 വർഷം തികയും മുമ്പേ ആയിരുന്നു അവളുടെ ആകസ്മികമായ മരണം. പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് അയാൾ ഭാര്യയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായി. പീഡനം സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ നിഗമനം. കേസ് ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടിലായിരുന്നു. DGP കേസ് ഡയറി ഡോക്ടർ ഉമാദത്തിന് പഠിക്കുവാനായി കൊടുത്തു. കേസ് ഡയറിയിൽ ചേർത്തിരുന്ന പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് വിവരിച്ചിരുന്നത്. സമർത്ഥയായ ഒരു പോലീസ് ഫോറൻസിക് മെഡിസിൻ വിദഗ്ധയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. വിഷബാധയേറ്റുള്ള മറ്റേതു മരണങ്ങളിലെന്ന പോലെ ആമാശയം, ചെറുകുടലിൻ്റെയും കരളിൻ്റെയും വൃക്കയുടെയും ഭാഗങ്ങൾ, രക്തം, മൂത്രം എന്നിവ കുപ്പികളിലാക്കി രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. മരണകാരണം രാസപരിശോധനയുടെ ഫലം ലഭിച്ചതിന് ശേഷം നൽകും എന്നാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. തിരുവനന്തപുരത്തെ മുഖ്യ രാസപരിശോധകൻ്റെ ലബോറട്ടറിയിലേക്കാണ് യുവതിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത്. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 2 റീജിയണൽ ലബോറട്ടറികൾ അന്നും പ്രവർത്തിക്കുന്നുണ്ട്. സ്വതന്ത്രമായ പ്രവർത്തനാധികാരമുള്ള വകുപ്പാണെങ്കിലും ശാസ്ത്രജ്ഞരുടെ കുറവും ആധുനിക ഉപകരണങ്ങളുടെ അഭാവവും കേസുകളുടെ ബാഹുല്യവും വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷമാണ് ഈ ലാബുകളിലുള്ളത്. സ്വാഭാവികമായി പരിശോധനാ ഫലങ്ങൾ വൈകുകയും ചെയ്യും. സാമ്പിളുകൾ പരിശോധനയ്ക്കെടുക്കുവാൻ തന്നെ ചിലപ്പോൾ മാസങ്ങളെടുക്കും. ചിലയിനം വിഷവസ്തുക്കൾക്ക് കാലതാമസം മൂലം രാസപരിണാമം സംഭവിക്കാനും പരിശോധനയിൽ അവ കണ്ടുപിടിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്. പരിശോധനയ്ക്ക് ലഭിക്കുന്ന ശരീരഭാഗങ്ങളിൽ നിന്നും വിഷം കണ്ടുപിടിക്കുക എന്നത് വളരെയേറെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. വികസിത രാജ്യങ്ങളിൽ രക്തം, മൂത്രം എന്നിവയിൽ നിന്നും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഏതാനും മിനിറ്റുകൾക്കകം വിഷം ഏതെന്ന് കണ്ടുപിടിക്കുവാനും അത് എത്രത്തോളം വിഷം വ്യാപിച്ചെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തുവാനും കഴിയും. രാസപരിശോധനാ ഫലം കിട്ടും മുമ്പെയാണ് DGP കേസ് ഡയറി ഡോക്ടർക്ക് നൽകിയത്. സുവിശേഷ പ്രസംഗകൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ രാസപരിശോധനാ ഫലം കിട്ടുന്നവരെ കാത്തിരിക്കാനോ അത് ത്വരിതപ്പെടുത്തുവാനോ പോലീസ് മുതിർന്നിരുന്നില്ല. സാധാരണ ഇത്തരം മരണങ്ങളിലെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോറൻസിക് സർജനെ കാണുകയും മരണകാരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യും. ഡോക്ടർ സർജനോട് അതേക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ഈ കേസിൽ അതുമുണ്ടായില്ല. ആകെ 10 പേജുണ്ടായിരുന്ന കേസ് ഡയറിയിൽ ഏതാനും സാക്ഷികളുടെ മൊഴികളെ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. മുമ്പ് വിവരിച്ച കേസിലെ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആമാശയത്തിൻ്റെയും ഇതര അവയവങ്ങളുടെ വിവരങ്ങളിൽ നിന്നും ഇതിലെയും മരണകാരണം സയനൈഡ് ആയിരിക്കണമെന്ന് ഡോക്ടർക്ക് സംശയം തോന്നി. പരിശോധനയുടെ ഫലം വരുമ്പോൾ സ്വാഭാവികമായി മാസങ്ങളെടുക്കും. പക്ഷേ കേസന്വേഷണം അതുവരെ നിർത്തിവെക്കാൻ കഴിയില്ലല്ലോ. നേരത്തെ പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ സയനൈഡ് വിഷബാധയാണ് മരണകാരണമെന്ന് ഉത്തമ ബോധ്യം വന്നതിനാൽ ആ വഴിക്ക് അന്വേഷണം തുടരാം. പക്ഷേ നിയമപരമായി രാസപരിശോധനാ ഫലം കൂടിയേ തീരൂ. അന്ന് ചീഫ് കെമിക്കൽ എക്സാമിനറായിരുന്ന കൃഷ്ണപിള്ള സാറുമായി ഡോക്ടർക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ കേസിൻ്റെ രാസപരിശോധന ഫലം അദ്ദേഹം 2 ദിവസങ്ങൾ കൊണ്ട് അറിയിച്ചു കൊടുത്തു. സോഡിയം സയനൈഡ് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് അങ്ങനെ സ്ഥിരീകരിച്ചു. മരണം കൊലപാതകമോ ആത്മഹത്യയോ എന്നാണ് പിന്നീട് അറിയേണ്ടിയിരുന്നത്. സാധാരണക്കാർക്ക് അത്ര എളുപ്പം ലഭിക്കാനിടയില്ലാത്ത സയനൈഡ് ഒരു പാവം വീട്ടമ്മയ്ക്ക് എങ്ങനെ കിട്ടും? ആത്മഹത്യയല്ല എങ്കിൽ അതൊരു കൊലപാതകമായിരിക്കാമെന്ന് തുടക്കത്തിലെ ഡോക്ടർക്ക് സംശയം തോന്നിയിരുന്നു. സ്വാഭാവികമായും സംശയം നീണ്ടത് സുവിശേഷ പ്രസംഗകനായ ഭർത്താവിന് നേരെയാണ്. സംഭവ ദിവസം രാവിലെ സുവിശേഷകൻ വീട്ടിൽ നിന്ന് പോകുന്നത് അയൽ വീട്ടിലെ പെൺകുട്ടി കണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ആ പെൺകുട്ടി യുവതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ ചലനമറ്റ ശരീരമാണ് കണ്ടത്. ആ പെൺകുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികൾ യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പേ മരണം നടന്നതായി ഡോക്ടർ വ്യക്തമാക്കി. ഉടനെ സമീപത്തെ സ്റ്റേഷനിൽ നിന്നും SI ഉൾപ്പെടെ പോലീസുകാരെത്തി പ്രേതവിചാരണയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഭർത്താവായ സുവിശേഷ പ്രസംഗകൻ ഇതിനകം ഒളിവിൽ പോയിരുന്നു. 4 ദിവസത്തിന് ശേഷമാണ് ഭർത്താവിനെ സ്ഥലത്തെ ചില പ്രബല വ്യക്തികൾ ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കിയത്. ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് ഉപദ്രവിക്കുമെന്ന് ഭയന്നാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും കേസന്വേഷണത്തിൽ പിന്നീട് കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കേസ് ഡയറി പരിശോധിച്ച ഡോക്ടർ ഉമാദത്തൻ ഭർത്താവായ സുവിശേഷ പ്രസംഗൻ്റെ മൊഴി വിശദമായി വായിച്ചു നോക്കി. സുവിശേഷ ജോലി കൂടാതെ താനൊരു സിദ്ധവൈദ്യശാല കൂടി നടത്തുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു. ആ മൊഴി പ്രസ്താവനയിൽ യാദൃച്ഛികമായി ഉണ്ടായ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
സിദ്ധവൈദ്യശാല സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർണ്ണക്കടയുടെ അടുത്താണെന്ന് മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായിരുന്ന DGP ശ്രീ KP സോമരാജനായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് DIG. രണ്ടുപേരുടെയും സ്വദേശം കൊല്ലം ജില്ലയിലെ ഐവർകാലയിലാണ്. തറവാടുകൾ അടുത്തടുത്തും. പിതാക്കന്മാർ സുഹൃത്തുക്കളുമായിരുന്നു. ഡോക്ടർ ഉമാദത്തൻ കേസിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലായിരുന്നു. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സോമശേഖരൻ നായരോട് മൊഴിയിൽ പരാമർശിക്കപ്പെട്ട ആ സ്വർണ്ണപ്പണിക്കാരനെ കണ്ടെത്തി ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. സമർത്ഥനായ സോമശേഖരൻ നായർ 2 മണിക്കൂറുകൾക്കകം അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ സുഹൃത്തായ സുവിശേഷ പ്രസംഗകന് 5 ഗ്രാം സയനൈഡ് നൽകിയതായി അയാൾ സമ്മതിച്ചു. ശല്യക്കാരനായ ഒരു പൂച്ചയെ വകവരുത്താനാണ് എന്ന് പറഞ്ഞാണ് അയാൾ സയനൈഡിനായി തന്നെ സമീപിച്ചതെന്നും സ്വർണ്ണപ്പണിക്കാരൻ വെളിപ്പെടുത്തി. DIG ഉടൻ തന്നെ സോമശേഖരൻ നായരെ അയച്ച് ഭർത്താവിനെ പിടികൂടി ക്രൈംബ്രാഞ്ചിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ കുറ്റം പാടെ നിഷേധിച്ചു. മറ്റൊരു മുറിയിൽ നിർത്തിയിരുന്ന സ്വർണ്ണപ്പണിക്കാരനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ സുവിശേഷ പ്രസംഗകൻ സ്തബ്ധനായിപ്പോയി. പിന്നീട് അണമുറിയാതെയുള്ള കുറ്റസമ്മതമായിരുന്നു. സുവിശേഷകന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കണമെങ്കിൽ ഭാര്യയെ വകവരുത്തിയേ തീരൂ. അതിനായി അവൾക്ക് ഭക്ഷണത്തിൽ സയനൈഡ് ചേർത്ത് നൽകാൻ തീരുമാനിച്ചു. സ്വർണ്ണപ്പണിക്കാരനിൽ നിന്നും വാങ്ങിയ സയനൈഡിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ അയാൾ അല്പം സയനൈഡ് ചോറിൽ ചേർത്ത് പൂച്ചയ്ക്ക് കൊടുത്തു. തൽക്ഷണം ചത്തുവീണ പൂച്ചയെ അയാൾ പറമ്പിൽ കുഴിച്ചിട്ടു. ഭാര്യ അവരുടെ വീട്ടിൽ പോയ നേരത്തായിരുന്നു ഈ പരീക്ഷണം. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഭാര്യയുമായി അയാൾ വഴക്കിട്ടു. അവളെ മർദ്ദിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാതെയാണ് ഭാര്യ അന്ന് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റ ഭർത്താവ് കാപ്പിയുണ്ടാക്കി. 1 ഗ്ലാസ് കാപ്പിയിൽ സയനൈഡ് ചേർത്ത് പിണക്കത്തിലായിരുന്ന ഭാര്യയുടെ അടുത്ത് ചെന്നു അവളോട് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കാപ്പി കൊടുത്തു. കാപ്പി കുടിച്ചയുടൻ മരിച്ചു വീണ ഭാര്യയെ കട്ടിലിൽ തന്നെ കിടത്തിയ ശേഷം പതിവ് പോലെ അയാൾ സുവിശേഷ പ്രസംഗത്തിന് പോയി. കാപ്പി കുടിച്ച ഗ്ലാസ് കഴുകി തെളിവുകൾ മായ്ക്കാനും അയാൾ മറന്നില്ല. താൻ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്നും അഥവാ അന്വേഷണം മുറുകിയാൽ തന്നെ വിഷം കഴിച്ചുള്ള ആത്മഹത്യയിൽ കേസ് അവസാനിച്ചു കൊള്ളും എന്നാണ് പ്രതി കരുതിയത്. പക്ഷേ ഒരു തരി സയനൈഡും സ്വർണ്ണപ്പണിക്കാരൻ കേസന്വേഷണത്തിൽ ഇവിടെ വഴിത്തിരിവായി മാറി. വിഷബാധയേറ്റുള്ള മരണങ്ങളിൽ പലപ്പോഴും മിക്ക അന്വേഷണ ഉദ്യോഗസ്ഥരും വിഷം ഏതാണ്, അത് എവിടെ നിന്ന് ലഭ്യമായി എന്നീ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർ ഉമാദത്തൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ല. ഇത്തരം കേസുകൾ സമഗ്രമായി അന്വേഷിച്ചില്ലെങ്കിൽ രഹസ്യ കൊലപാതകങ്ങൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. ഇത് ഡോക്ടർ ഉമാദത്തൻ എഴുതുന്ന കാലത്ത് ഫോറൻസിക് സയൻസ് ഇത്രയും കൂടി വികസിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം ഫലം കിട്ടുന്ന രീതിയിലാണ് ഇന്ന് കെമിക്കൽ അനാലിസിസ് ശാഖ വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം വീഡിയോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്നുകൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.